ലോഹയിട്ട് പള്ളിയിലച്ഛനായി നിന്ന വ്യക്തി സിനിമയിലേക്ക് സ്ട്രഗിൾ ചെയ്ത് ഞാൻ ഏകദേശം ഒരു 10 ഇയേഴ്സോളം സെമിനാറിലുണ്ടായിരുന്നു. ഞാൻ വിളിക്കപ്പെട്ട് തന്നെ അല്ലല്ലോ. ഞാൻ ഒരിക്കലും കുർബാന ഇല്ലെന്ന സ്വപ്നമൊന്നും ഞാൻ കണ്ടിട്ടില്ല. പൗരോഹിത്യം ഏതെങ്കിലും ഒരു മേഖലയിലൊക്കെ ചിലപ്പോൾ ഒരു ലോക്കാണ്. കാരണം ഒരു ബൗണ്ടറി വിട്ടിട്ട് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് സിനിമാ മേഖലയിൽ ഒരു വിലക്കാണോ? സിനിമ അങ്ങനെ അഭിനയിക്കുന്ന ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ ദൂരെ നിന്ന് നോക്കും. ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, എന്തിനു വെറുതെ ഇങ്ങനെ ഞാൻ ജീവിക്കുന്ന ഒരു ഐഡൻറ്റിറ്റി ഇല്ലാതെ ജീവിക്കുന്ന സെമിനാരിൽ നിന്ന് പോന്നു. ഞാനൊരു തോൽവിയാണോ എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. ഞാൻ വീട്ടിൽ പോകുന്ന സമയത്താണെങ്കിൽ ഞാൻ പറയും, ഇതെന്നെ കൊണ്ട് ഇത് പറ്റുമെന്ന് തോന്നില്ല. പക്ഷേ ഒരു നല്ല പ്രീസ്റ്റ് ആയിരിക്കാൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒട്ടും ഉറപ്പില്ലായിരുന്നു. അവനൊന്നും എത്തിയില്ലേ, അവൻ ആ സെമിനാരിൽ നിന്ന് പോകുന്നുണ്ട്, അതിങ്ങനെ ഒരു ശാപം പോലെ കിടക്കും. ഐ ഹാവ് ടു പ്രൂവ് ഇത് എൻ്റെ വഴി ഇതാണെന്ന് എനിക്ക് പ്രൂവ് ചെയ്യണം. അന്വേഷണത്തിൻ്റെ തുടക്കം എന്ന് പറഞ്ഞാൽ അതിനകത്തും ഒരു അച്ഛൻ്റെ വേഷത്തിൽ തന്നെയാണ്. ഞാൻ ഒരു ചെറിയ ഡയലോഗ് പറഞ്ഞു. സായികുമാറേട്ടനും ജോണി ആൻ്റണി ചേട്ടനൊക്കെ ഭയങ്കരമായിട്ട് എന്നെ അപ്രീഷിയേറ്റ് ചെയ്തു. ഞാൻ സായികുമാറേട്ടൻ എന്നോട് ചോദിച്ചു, നീ ശരിക്കും അച്ഛനാണോടാ? അപ്പോൾ അവനോട് ഞാൻ അമ്പലത്തിൽ പോകില്ല, എനിക്ക് അവിടെ ചെന്ന് എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നാണില്ലടാ, ഇത്രയും നാളെ സെമിനാരിൽപ്പെട്ട് അമ്പലത്തിൽ കയറുന്നു. ഒരു വെബ് സീരീസ് വരുന്നു, അതിൽ ഞാൻ പറ്റിക്കപ്പെട്ടു. ഞാൻ മാത്രമല്ല, അതിൽ അഭിനയിച്ച എല്ലാവരും പറ്റിക്കപ്പെട്ടു. എൻ്റെ തുടക്കം അങ്ങനെ ഒരു പറ്റിക്കൽ ഇതിൽ നിന്നായിരുന്നു. നമ്മളിങ്ങനെ അഭിനയിക്കണമെങ്കിൽ നമ്മൾ കുറച്ച് പൈസയൊക്കെ കെട്ടി വെക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ വിളിച്ചു കഴിഞ്ഞതിന് ശേഷം ഒരു ദിവസം തന്നെ ഒരു മൊബൈൽ നമ്പറിൽ നിന്ന് കോൾ വന്നു. പ്രിൻസ് ആണോ? ഞാൻ പറഞ്ഞു അതെ, ഞാൻ തൃശ്ശൂർ പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് വിളിക്കുന്നത്. ലോഹയൂരി തൻ്റെ ആഗ്രഹമായ സിനിമയിലേക്ക് എത്തിയിരിക്കുന്ന പ്രിൻസ് ആണെന്ന് എന്നോടൊപ്പം ഉള്ളത്. നമസ്കാരം. നമസ്കാരം. പ്രിൻസിന്റെ നാട് ഇടുക്കിയിലാണ് അല്ലേ? ഇടുക്കി. എൻ്റെ ഇത് കോട്ടയമാണ്. അപ്പൊ നമ്മൾ പറയുന്നത് ഈ നാടുകളിൽ അത്യാവശ്യം കൂടുതൽ പള്ളിയിൽ അച്ഛന്മാരും സിസ്റ്റേഴ്സും ഉണ്ടാവും. അവർ പറയുന്ന ഒരു ഡയലോഗ് എങ്ങനെയാന്ന് വെച്ചാൽ, എൻ്റെ മകന് ദൈവവിളി ഉണ്ടായി, ആ ദൈവവിളിയിലേക്ക് അവനെ സമർപ്പിക്കുന്നു. പണ്ട് കാലത്ത് എനിക്ക് തോന്നുന്നു ഒരുപാട് കുട്ടികളുള്ള ഫാമിലിയിൽ നിന്ന് അവർക്ക് കല്യാണം കഴിപ്പിച്ചു വിടാനും അല്ലെങ്കിൽ എന്ന് വെച്ചാൽ ഒരു ബുദ്ധിമുട്ടുള്ള സമയത്താണ്, സാമ്പത്തിക ബുദ്ധിമുട്ട്, കല്യാണം എന്നല്ല സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളതാണ് കൂടുതൽ ആൾക്കാരും പള്ളിയിലും ഇതിലൊക്കെ ചെയ്യുന്നത്. പക്ഷെ ഇന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്കും പള്ളിയിലാണെങ്കിലും പഠിക്കാൻ കുട്ടികളെ കിട്ടുന്നില്ല എന്നുള്ളൊരു തരത്തിലേക്കൊക്കെ ഒരു മാറിയിട്ടുണ്ട്. ലോഹയിട്ട് പള്ളിയിലച്ഛനായി നിന്ന വ്യക്തി, അതും ഒരു തരത്തിലും നമ്മൾ പറയും, പണ്ട് നമ്മുടെ നാട്ടിൽ പറയുന്ന ഏത്തക്കായും പോത്തിറച്ചി എന്ന് പറയും. ആ ഒരു എക്സ്റ്റെൻഡിലേക്കാണ് പോയേക്കുന്നത്. സിനിമയിലേക്ക് വേറൊരു കാര്യമാണെങ്കിൽ ഓക്കെ നമുക്ക് ഊരാൻ പറ്റും. എങ്ങനെയാണ് ഇതിലേക്കുള്ള ഒരു യാത്ര? ഒരുപാട് സഫർ ചെയ്തിട്ടുണ്ടാവാം. എങ്ങനെയാണ് ആ യാത്ര? എങ്ങനെയാണ് ഇത് പള്ളിയിലച്ഛനാവുന്നതിന് മുന്നേ ഉണ്ടായിരുന്നോ? എന്തായിരുന്നു ശരിക്കും ഇതിലൊരു, എന്തുകൊണ്ടാണ് എനിക്കിത് മതി എന്ന് തീരുമാനിച്ചത്? പള്ളിയിലച്ഛനാകുന്നതിന് മുമ്പ്, ഞാൻ സെമിനാരിൽ പോകുന്നതിന് മുമ്പ്, ലോഹയൊക്കെ ഇടുന്നതിന് മുമ്പ് എൻ്റെ മനസ്സിൽ ഇതുണ്ട്. അപ്പം ഞാൻ സെമിനാരിൽ പോകുന്നതിന് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഞാൻ ഏതൊരു സിനിമ, അന്ന് പത്രത്തിലാണ് വരുന്നത് കാസ്റ്റിംഗ് കോള്. അവിടെ ഒരു സ്റ്റുഡിയോയിലൊക്കെ പോയിട്ട് ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് അയച്ചു കൊടുത്തിട്ടാണ് ഞാൻ പോകുന്നത്. തപാലിൽ അയച്ചു കൊടുത്തിട്ടാണ് പോകുന്നത്. സോ അതിന് പിന്നീട് അതിന് റിപ്ലൈ വന്നെന്ന് തോന്നുന്നു. അമ്മേനോട് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്താണ് വന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഞാൻ പോകുന്ന സമയത്തും അങ്ങനെ ഒരു ആഗ്രഹം എൻ്റെ ഉള്ളിലുണ്ട്. പക്ഷേ ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ വളർന്നു വന്ന ഒരു കൾച്ചർ. ഇപ്പം ഞാൻ ഒരു 5 വയസ്സൊക്കെ ഉള്ള സമയത്ത് എൻ്റെ ഫാദറിന് സ്ട്രോക്ക് വന്നു. അപ്പം തളർന്നു പോയി. പിന്നീട് ഒരു 11-12 വർഷത്തോളം അദ്ദേഹം കിടപ്പിലായിരുന്നു. അതിനുശേഷം എനിക്ക് 16 വയസ്സുള്ള സമയത്തൊക്കെയാണ് ഫാദർ മരിക്കുന്നത്. അപ്പോൾ അപ്പൻ വീണ സമയത്തും അമ്മ കഷ്ടപ്പെടുന്ന ഒരു ഇത് ഞാൻ കാണുന്നുണ്ട്. അമ്മയ്ക്കൊന്നും വലിയ പ്രായമൊന്നുമില്ല. അപ്പോൾ അമ്മ കഷ്ടപ്പെടുന്നത് കാണുന്നുണ്ട്. അന്ന് ഈ റോഡ് പണിക്ക്, സിമെന്റ് പണിക്കൊക്കെ പോയിട്ട് കൈയൊക്കെ പൊട്ടി വന്ന് എൻ്റെ മുമ്പിലിരിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. സോ ഞങ്ങൾ 2 മക്കളാണ്. എനിക്കൊരു അനിയനാണുള്ളത്. സോ ഈ സമയത്തൊക്കെ പലരും വരും, നമ്മളോട് പല കാര്യങ്ങളും സംസാരിക്കും. അപ്പോഴൊക്കെ ഈ സിനിമ എന്ന് പറയുന്ന സംഗതി നമ്മളെന്നൊരു ജസ്റ്റ് ടി വിയിൽ കാണുന്നത് മാത്രമേ ഉള്ളൂ. ആ ടി വി കാണുന്നതെന്ന് വെച്ചാൽ ആ ഒരു വില്ലേജ് ഏരിയ ആയതുകൊണ്ട് ഏതെങ്കിലുമൊക്കെ ഒരു വീട്ടിലൊരു ടി വി കാണും. അവിടെ പോയിട്ടാണ് എല്ലാവരും ഇങ്ങനെ കാണുന്നത്. അപ്പോൾ ആ സമയത്ത് മനസ്സ് ചിന്തിച്ചിട്ടുണ്ട്, എങ്ങനെയെങ്കിലും എനിക്കിവിടെ എത്തണം, എനിക്കിങ്ങനെ ആവണം എന്ന് എത്തിയിട്ടുണ്ട്. പക്ഷേ നമുക്കൊരു ആക്സസിബിലിറ്റി കുറവാണ്. പ്രത്യേകിച്ച് ഫോണില്ല. ആ സമയത്ത് അവിടെ കറണ്ട് പോലും ഇല്ല. അപ്പോൾ ആ സമയത്ത് എന്നെ സംബന്ധിച്ച് ഇതൊക്കെ ഭയങ്കര കുറവാണ്. പിന്നീട് ഞാൻ ചിന്തിച്ചു, എനിക്ക് എത്തണം. എൻ്റെ ഉള്ളിൽ അതുകൊണ്ട് ഓരോ സിനിമ കാണുമ്പോഴും ഞാൻ അങ്ങനെ പോയി അഭിനയിക്കുക. ഇപ്പം ഞാനും അനിയനും ആണെങ്കിൽ അഭിനയിക്കുന്നു. ഇപ്പം എന്നെക്കാളും നന്നായിട്ട് അഭിനയിക്കുന്നത് ചിലപ്പം ഞാൻ പറയാം അനിയനായിരിക്കും. കാരണം അമ്മ പണ്ട് നാടകത്തിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പം നമുക്ക് മോണാക്ട്, ഇപ്പം കഥാപ്രസംഗം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രിപ്പയർ എഴുതി തരുന്നത് അമ്മയായിരുന്നു. സോ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഫാമിലി ആണെങ്കിലും കലാപരമായിട്ട് മുമ്പോട്ട് പോകുന്നവരുണ്ട്. പക്ഷെ സിനിമ എന്നൊരു സംഗതിയെപ്പറ്റി ചിന്തിക്കുന്നത് ഞാൻ മാത്രമായിരിക്കും. കാരണം അങ്ങനെ ചിന്തിച്ചപ്പോൾ തന്നെ അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ ഇതുമായിട്ട് സെമിനാരിലേക്ക് പോകുന്നു. സെമിനാരിൽ ചെല്ലുമ്പം ഞാൻ ഇങ്ങനെ റെക്ടറച്ചനും പിതാവും ഒക്കെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഞാൻ പറയുന്നു, എന്താണ് താല്പര്യം, പ്രിൻസിന് എക്സ്ട്രാ എന്തായാലും ടാലൻറ്റ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഷോർട്ട് ഫിലിമൊക്കെ ചെയ്താലോ.
അങ്ങനെ മൈൻഡാണ് എൻ്റെ മനസ്സിൽ വരുന്നത്. പിന്നെ സെമിനാരിൽ ചെന്നിട്ട് ഇപ്പോൾ ഫോട്ടോഷോപ്പ് എഡിറ്റിംഗ് ഒക്കെ ഞാൻ പഠിക്കുന്നത് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. പ്രിൻസ്, എനിക്കൊരു ഇതിനകത്തൊരു സംശയമാണ്. ഈ പറയുന്ന വസ്ത്രം, തിരുവസ്ത്രം, നിങ്ങൾക്ക് സിനിമാ മേഖലയിൽ ഒരു വിലക്കാണോ? കാരണം വെച്ചാൽ തിരുവസ്ത്രം ഇട്ടിട്ടും അഭിനയിക്കുന്നവരാണ്, അതായത് ആക്ടേഴ്സ് തിരുവസ്ത്രം ഇട്ടിട്ട് അഭിനയിക്കുന്നവരുണ്ട്. എനിക്കറിയില്ല ഇതുവരെ ഒരു പള്ളിയിലച്ഛൻ അഭിനയിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടോ നിങ്ങളുടെ സഭ? അങ്ങനെ സിനിമാ മേഖലയിൽ ഇപ്പോൾ സിനിമ ഡയറക്റ്റ് ചെയ്യുന്ന അച്ഛന്മാരൊക്കെ ഉണ്ട്. അഭിനയത്തിലേക്ക് വന്നവരെ പറ്റി എനിക്ക് അറിഞ്ഞുകൂടാ. ചിലപ്പോൾ ഒരു കാര്യമുണ്ട്, കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു കുറച്ചുകൂടി ഒരു ഡിവോഷനായിട്ട് ദൈവികമായിട്ട് കാണുന്ന ഒരു പ്രൊഫഷനാണ് പുരോഹിതൻ എന്ന് പറയുന്നത്. സോ അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അഭിനയിക്കണം എന്ന മേഖലയിലേക്ക് ആരും വരാത്തത്. എന്നാൽ നന്നായിട്ട് അഭിനയിക്കുന്ന നല്ല ടാലൻ്റുള്ള വൈദികരുണ്ട്. അപ്പോൾ അവർ സിനിമ എന്ന ഒരു മീഡിയത്തിലേക്ക് വരാത്തത് അതുകൊണ്ടായിരിക്കും. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഏതോ ഒരു പടത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞു, ഒരു അച്ഛൻ അഭിനയിച്ചതായിട്ടൊരു ഷോർട്ട് ഫിലിമാണ് അഭിനയിച്ചായിട്ട് എന്തോ അവാർഡൊക്കെ കിട്ടിയത് കേട്ടിട്ടുണ്ട്. ഞാൻ മൂവി കണ്ടിട്ടില്ല, വാർത്തകൾ വായിച്ച് മാത്രമുള്ള പരിചയം മാത്രമേ ഉള്ളൂ. പക്ഷെ അങ്ങനെ വരുന്നവരുണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മളൊരു എക്സ്ട്രാ റിസ്ക് എടുക്കണം. ഇതെൻ്റെ ഡ്രീമാണ്, എനിക്കിതിന് താല്പര്യമുണ്ട്, എനിക്കിതും എൻ്റെ ഒരു പാഷനാണ് എന്നുള്ള ഒരു ഇതിലേക്ക് നാം വരണം. കാരണം എന്ന് പറഞ്ഞാൽ സൊസൈറ്റി മാറി, ചിന്താഗതികൾ മാറി. ഇപ്പം എല്ലാവരും 24 മണിക്കൂറും പള്ളിയിൽ പോയിരുന്ന് പ്രാർത്ഥിക്കുന്നവരാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇപ്പോൾ ഈ കോവിഡൊക്കെ വന്ന സമയത്ത് പള്ളിയില്ലാതെയും ജീവിക്കാം, അമ്പലമില്ലാതെയും ജീവിക്കാം എന്നൊരു രീതിയിലേക്ക് സൊസൈറ്റി എത്തി, മനുഷ്യരും എത്തി. പിന്നെയെന്ന് പറയുന്നത് അത് നമ്മുടെ ഒരു ചോയ്സാണിത് എപ്പോഴും. ഇപ്പം എൻ്റെ ചോയ്സാണിത്. കാരണം ഇപ്പം ഞാൻ സെമിനാരിൽ നിന്ന് ഞാൻ കുറച്ച് കഴിഞ്ഞ് ഞാൻ കുറേ കുർബാനയിലുമായിരിക്കും, കുറേ പ്രസംഗം പറയും, കുറേ പേരെ മോട്ടിവേറ്റ് ചെയ്യുമായിരിക്കും. പക്ഷേ നമ്മൾ കുറേ വർഷം നമ്മളവിടെ നിൽക്കുമ്പോൾ എൻ്റെ ഉള്ളിലൊരു ഇഷ്ടം വരും ഇതിനോട്. പക്ഷേ എൻ്റെ ഉള്ളിൽ ഏതാണോ കൂടുതൽ നിൽക്കുന്നത് അതിനെയാണ് ഞാൻ ഫോളോ ചെയ്യേണ്ടതും. അതാണ് ഞാൻ ഫോളോ ചെയ്തത്. എൻ്റെ ഉള്ളിൽ കൂടുതൽ നിൽക്കുന്നത് ഇതാണ്. എനിക്കൊരു ഐ വാണ്ട് ടു ബി ആൻ ആക്ടർ. അതാണ് എൻ്റെ ഉള്ളിൽ കൂടുതൽ നിൽക്കുന്നത്. തിരുവസ്ത്രം നമ്മളതിനെ ഏറ്റവും ബഹുമാനത്തോടുകൂടി പറയുന്നതാണ്. ലോഹ എന്നുള്ളതിനേക്കാൾ ഉപരി തിരുവസ്ത്രം ഇടുന്ന ഒരാള് അയാളുടെ മോഹങ്ങള്, ആഗ്രഹങ്ങള്, ഇഷ്ടങ്ങള് എല്ലാം ഉപേക്ഷിക്കണം എന്ന് പറയുന്നുണ്ട്. അതായത് മറ്റൊന്നിലുമില്ല. അവരാണ് അതായത് നമ്മൾ പുരോഹിതനെ പണ്ട് മുതലേ ബൈബിളിലൊരു വാചകമാണ്, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവായിട്ട് കണക്കാക്കുന്ന നിങ്ങളെയാണ്. അതായത് ദൈവത്തിനോട് ഡയറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആളുകളാണ് നിങ്ങൾ. ആ നിങ്ങൾക്കിടയിലെ കാമ, ക്രോധ, ലോഭ എല്ലാം ഉപേക്ഷിക്കണം എന്നാണ് പറയുന്നത്. അങ്ങനെ പറയുന്നിടത്ത് പ്രിൻസ് അപ്പോഴും ഈ പറയുന്ന സെമിനാരിയിൽ ചെന്നിട്ട് ഇത് ഉപേക്ഷിക്കാണ്ട് എത്ര നാളാണ് സ്ട്രഗിൾ ചെയ്ത് ഞാൻ ഏകദേശം ഒരു 10 ഇയേഴ്സോളം സെമിനാരിലുണ്ടായിരുന്നു. ഈ 10 ഇയേഴ്സോളം ഞാൻ പോയി മോട്ടിവേറ്റ് ചെയ്ത, പ്രസംഗം പറഞ്ഞ സ്ഥലങ്ങളുണ്ട്, എൻ്റെ അടുത്ത് നിന്ന് കാര്യങ്ങൾ ഷെയർ ചെയ്തവരുണ്ട്. അങ്ങനെ പല രീതിയിലുള്ള ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്, അവരുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇവരോടൊക്കെ സംസാരിക്കുമ്പോഴും ഞാനിങ്ങനെ സംസാരിക്കുന്നു, ഒരു യന്ത്രം പോലെ ഇങ്ങനെ അവരോട് സംസാരിക്കുന്നു. നമ്മളിങ്ങനെ ചെയ്യണം, അങ്ങനെ പോകണം, ഇങ്ങനെ ചെയ്താലേ പറ്റൂ എന്നൊക്കെ ഞാൻ പറയുമ്പോഴും ഞാനിങ്ങനെ റൂമിലേക്ക് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഞാൻ എന്തിനാണ് ഇതൊക്കെ പറയുന്നത്? ഞാനിത് എൻ്റെ മനസ്സിലെപ്പോഴുണ്ട്, ഞാൻ വിളിക്കപ്പെട്ട് തന്നെ അല്ലല്ലോ. കാരണം ഞാൻ ഈ സിനിമ, ഞാൻ ഒരിക്കലും കുർബാന ഇല്ലെന്ന സ്വപ്നമൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ അൻവർ സിനിമ കണ്ട സമയത്ത് ഞാൻ റൂമിൽ പോയി ഇങ്ങനെ ചിന്തിക്കുക, പൃഥ്വിരാജിൻ്റെ ഒരു എൻട്രി ഉണ്ടായിരുന്നത്, അതേപോലെയൊക്കെ സംഭവങ്ങളാണ് എൻ്റെ മനസ്സിൽ. ഞാനിങ്ങനെ എൻട്രി, ആ ഒരു സാധനമൊക്കെയാണ് എൻ്റെ മനസ്സിൽ വരുന്നത്. അല്ല ഞാനിങ്ങനെ കയർത്തിപ്പിടിച്ച് കുർബാനയില്ലെന്നു കുറേ പേര് എൻ്റെ അടുത്ത് വരുന്നു, അങ്ങനെയൊന്നും ഞാൻ സ്വപ്നം കണ്ടിട്ടില്ല. കാരണം എനിക്ക് പറ്റില്ലായിരുന്നു. ഈ ദൈവവിളി എന്ന് പറയുന്നത്, അതെ, ശരിക്കും ദൈവവിളി ഉണ്ടായിട്ടാണോ ഇതിലേക്ക് പോയത്, അതോ വീട്ടുകാരെ നിർബന്ധം, എങ്ങനെ സെമിനാരിയിലേക്ക് പോയി ചേരുന്നത്? ദൈവവിളി എന്ന് പറയുന്നത് ഞാൻ പറയുന്നത് പല ഡയമെൻഷനിൽ തന്നെ കൊണ്ടുപോകാം. ഇപ്പൊ ഈ സാഹചര്യങ്ങൾ കൊണ്ട്, ഇപ്പൊ വീട്ടിലെ ചില ബുദ്ധിമുട്ടുകൾ കൊണ്ടൊക്കെ സെമിനാരി ചേരുന്നവരുണ്ട്. എൻ്റെ ഒരു അതാണ്, വീട്ടിൽ ചില ബുദ്ധിമുട്ടുകളുണ്ട്, പിന്നെ കുടുംബത്തിൽ കുറച്ച് വൈദികരുണ്ട്, സിസ്റ്റേഴ്സ് ഉണ്ട്. അപ്പൊ ഇവരൊക്കെ സ്ഥിരം വന്ന് നമ്മളോട് വീട്ടിൽ പറയുന്ന കാര്യങ്ങൾ ഇതാണ്, നീ ഒരു അച്ഛനാകുമ്പോൾ, ഇപ്പോൾ വീട്ടിൽ ഇതാണ് പറയുന്നത്, നീ ഒരു അച്ഛനാകുമ്പോൾ, നീ ഒരു അച്ഛനായി കഴിഞ്ഞാൽ വലിയ ഇതായിരിക്കും, കുടുംബത്തിന് നല്ലതാണ് ഒരച്ഛനും ആനയും കുടുംബത്തിലുള്ളത് നല്ലതെന്നൊക്കെ പഴമക്കാരിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുപോലെ നീ അച്ഛനാകുമ്പോൾ, ഇപ്പോൾ വീട്ടിൽ നിന്ന് ഇങ്ങനെ എന്താണ് കേട്ടോണ്ടിരിക്കുന്നത്, നമ്മുടെ ചുറ്റുപാടുകളിൽ നമ്മൾ കേട്ടോണ്ടിരിക്കുന്ന ഇതാണ്. അത് വേറൊരു കാര്യം എന്നുള്ളത്, സിനിമ എന്ന മേഖലയിലേക്ക് എനിക്ക് എത്തണമെങ്കിൽ സിനിമയായിട്ട് ബന്ധപ്പെട്ട ആരെയും ഞാൻ കാണുന്നില്ല. ഞാൻ സ്ഥിരം കേട്ടുകൊണ്ടിരിക്കുന്ന ഇതാണ്. ഇപ്പോൾ ആ ഒരു സിനിമ എന്നത് നമ്മൾ ടി വിയിൽ വരുന്നത് മാത്രമാണ്, നമ്മൾ തിയേറ്ററിൽ പോയി കാണുന്നതാണ്, ആ ഒരു ഇത് മാത്രമേ നമുക്കുള്ളൂ. അപ്പോൾ ആ സമയത്ത് ഇത് കേട്ട് സെമിനാരി ചെല്ലുന്ന സമയത്തൊക്കെ എനിക്ക് ഭയങ്കര ഒരു
+2 കഴിഞ്ഞാണോ പോയത്? +2 എല്ലാം കഴിഞ്ഞാണ് പോയത്. അതിനുശേഷം വേറെ ജോലിക്കൊക്കെ പോയിട്ടുണ്ട്. 10ാം ക്ലാസ് കഴിഞ്ഞിട്ടൊക്കെ ചെറിയ ചെറിയ ജോലിക്ക് പമ്പിൽ നിന്നിട്ടുണ്ട്, ഇപ്പോൾ റിസോർട്ടുകളിൽ നിന്നിട്ടുണ്ട്, അങ്ങനെയൊക്കെ പോയിട്ടുണ്ട്. കാരണം അത് വീടിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് അങ്ങനെയായിരുന്നു. ഫാദർ ഇല്ല, അമ്മ മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് നമ്മളും കൂടെ കൂടണം എന്നുള്ള ഒരു ഇതും കൊണ്ടാണ് അങ്ങനെ വന്നത്. പക്ഷേ ഇതിൻ്റെ ഉള്ളിലൊക്കെ ആ സമയത്തൊക്കെ ഞാൻ ഒത്തിരി പേരെ പരിചയപ്പെട്ടിട്ടൊക്കെ ഉണ്ട്, ഈ സിനിമാ മേഖലയിലുള്ളവരെ. പക്ഷെ നമ്മൾക്കത് കോണ്ടാക്റ്റ് കീപ്പ് ചെയ്തുകൊണ്ട് പോകാനായിട്ടുള്ള ഒരു മാർഗ്ഗമൊന്നുമില്ല. കാരണം ഇപ്പം ഞാൻ മൊബൈൽ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് പോലും ഒത്തിരി വർഷമൊന്നും ആയിട്ടില്ല. എന്നാൽ എല്ലാ കാര്യങ്ങളും മൊബൈലിൽ എനിക്ക് അറിയാമെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ഇപ്പോൾ ചെറിയ എന്നെക്കാളും താഴ്ന്ന പിള്ളേരാണെങ്കിൽ എല്ലാ കാര്യങ്ങളും അതിനകത്ത് ചെയ്തു തരും. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ സോഷ്യൽ മീഡിയയിൽ ഒത്തിരി ആക്റ്റീവായിട്ടുള്ള ഒരാളുമല്ല. പക്ഷേ ഞാൻ അപ്ഡേഷൻസ് ഇങ്ങനെ കാണും, പക്ഷെ ഞാൻ അതിൽ പുതിയ ആക്റ്റീവ് അല്ലായിരിക്കും. ചിലപ്പോൾ ഇത് കാണുമ്പോൾ ചിലർ പറയുമായിരിക്കും ഇവനെ സ്ഥിരം കമൻറ്റ് വരും, ഇവനേതാ, ഇവനെ കണ്ടിട്ടില്ല, ഇവനെ വിളിച്ചിട്ട് ഏതാന്ന്, അങ്ങനെയൊക്കെ സാധനങ്ങൾ വരും. 3 സിനിമയിൽ അഭിനയിച്ചു. ഒന്നൊരു അന്വേഷണത്തിന്റെ തുടക്കം എന്നൊരു സിനിമ അഭിനയിച്ചു. പിന്നെ തിയേറ്റർ മൂവി സജിൻ ബാബു ഡയറക്ടർ, റീമ കല്ലിങ്കൽ നായിക. അതായിട്ടില്ല, അതിപ്പോൾ ഫെസ്റ്റിവലിനൊക്കെ പോയിട്ടാണ് വരുള്ളതെന്നാണ് അറിഞ്ഞത്. നെക്സ്റ്റ് താഗസാന്റെ ഒരു പടം എൻ്റെ കല്യാണം മഹാസംഭവം എന്ന് പറഞ്ഞൊരു പടത്തിലും ചെയ്തിട്ടുണ്ട്. റോള് ഇപ്പോൾ ഒരു ചെറിയൊരു അന്വേഷണത്തിന്റെ തുടക്കം എന്ന് പറഞ്ഞാൽ അതിനകത്തും ഒരു അച്ഛൻ്റെ വേഷത്തിൽ തന്നെയാണ് വന്നത്. അപ്പോൾ സായികുമാർ ഏട്ടൻ്റെ ജോണി ആൻ്റണി ചേട്ടൻ്റെ കൂടെ സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റി. എനിക്ക് ഏറ്റവും മോട്ടിവേറ്റഡ് ആയിട്ട് കിട്ടിയൊരു സംഭവം എന്ന് പറയുന്നത്, ഞാനൊരു ചെറിയ ഡയലോഗാണ്. ഇപ്പം എന്നെപ്പോലെ ഒരു ചെറിയ ആർട്ടിസ്റ്റ് വരുമ്പോൾ അവർക്കൊന്നും പറയേണ്ട കാര്യമില്ല. പക്ഷേ ഞാനൊരു ചെറിയ ഡയലോഗ് പറഞ്ഞു, സായികുമാർ ഏട്ടനും ജോണി ആൻ്റണി ചേട്ടനൊക്കെ ഭയങ്കരമായിട്ട് എന്നെ അപ്രിഷ്യേറ്റ് ചെയ്തു. ഭയങ്കര നാച്ചുറൽ ആണല്ലോ, നിനക്ക് ആ ടാലൻ്റ് ഉണ്ട്, നീ കീപ്പ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. പറഞ്ഞു കഴിഞ്ഞ സമയത്ത് എൻ്റെ മനസ്സിൽ തോന്നിയൊരു കാര്യം, എന്നെക്കൊണ്ട് പറ്റും, എന്നെക്കൊണ്ട് ഇത് പറ്റും. പിന്നെ സായികുമാരൻ എന്നോട് ചോദിച്ചു, നീ ശരിക്കും അച്ഛനാണോടാ? അപ്പോൾ ഞാൻ ആയിരുന്നു, പിന്നെയും ഇതിട്ട് കഴിഞ്ഞപ്പോൾ അതിലേക്കൊന്ന് വന്നു എന്നുള്ളൂ. കാരണം നമ്മൾ ഈ പിതാവിൻ്റെ മുമ്പിലൊക്കെ പ്രൊഫഷണലിൻ്റെ മുമ്പിലൊക്കെ പോയി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന ഒരു ബോഡി ലാംഗ്വേജ് അത് കണ്ടോണ്ടാണ് ചോദിച്ചത്, നീ അച്ഛനാണോടാന്ന് ചോദിച്ചു. അവർക്കറിയില്ലായിരുന്നു. ഞാൻ പറഞ്ഞു അതെ, സിനിമയാണ് ഇഷ്ടം, അതുകൊണ്ട് വന്നത്. അപ്പോൾ പറഞ്ഞു ഓക്കെ, നീ എത്തൂടാ, നീ ഹാർഡ് വർക്ക്, നീ ഇത്ര എത്തിയില്ലേ, നീ ഇനിയും എത്തും. അതൊക്കെ എന്നെ ഭയങ്കര മോട്ടിവേഷൻ ആണ്. പക്ഷേ ഈ കാര്യങ്ങൾ എൻ്റെ വീട്ടുകാരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഞാൻ കുറേ ടൈം എടുത്തു. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ ഞാൻ ഫേസ് ചെയ്യുന്നേക്കാളും കൂടുതൽ ക്വസ്റ്റ്യൻസ് വീട്ടുകാരാണ് ഫേസ് ചെയ്യുന്നത്. ചില കാര്യത്തിൽ അവനൊന്നും എത്തിയില്ലേ, അവൻ ആ സെമിനാരിൽ നിന്ന് പോകുന്നുണ്ട്, അതിങ്ങനെ ഒരു ശാപം പോലെ കിടക്കും, അതുകൊണ്ടാണ് അവനൊന്നും എത്താത്തതെന്നുള്ള ഒരു സംസാരം വീട്ടുകാർ കേൾക്കുന്നുണ്ട്. ഇത് കുറേ കഴിഞ്ഞ് കേൾക്കുമ്പോഴും ഐ ഹാവ് ടു പ്രൂവ്, അതായത് എൻ്റെ വഴി ഇതാണെന്ന് എനിക്ക് പ്രൂവ് ചെയ്യണം. അത് ഒരു സിനിമയൊക്കെ ചെയ്ത് ചെറിയ വേഷമാണെങ്കിലും ചെയ്തിട്ട് അമ്മയോട് വിളിച്ചിരുന്നു, ഞാനിങ്ങനെ സിനിമ റിലീസായിട്ടുണ്ട്, ഒന്ന് പോയി കാണണം, ചെറിയൊരു മിന്നായം പോലെ ഉള്ളൂ, എന്നാലും ഒന്ന് കാണണം. അവരാ ബിഗ് സ്ക്രീനിൽ എന്നെ കണ്ടു കഴിയുമ്പോൾ അവർക്കുണ്ടാകുന്നൊരു സന്തോഷമുണ്ട്, അവൻ എന്തായാലും ഇതിൻ്റെ പുറകെ തന്നെയാണല്ലോ, ഇതിലെത്തുന്നുണ്ടല്ലോ എന്നൊക്കെ. ഇപ്പോൾ എൻ്റെ ഒരു ലോകം എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയും എൻ്റെ അനിയനും തന്നെയാണ്. പക്ഷേ ഒരു കാലത്ത് അവരെ മനസ്സിലാക്കാനായിട്ട് ഞാൻ കുറേ ബുദ്ധിമുട്ടേണ്ടി വന്നിട്ടുണ്ട്. അവരെന്നെ മനസ്സിലാക്കാനും ഞാൻ അവരെ മനസ്സിലാക്കാനും കുറേ ബുദ്ധിമുട്ടേണ്ടി വന്നിട്ടുണ്ട്. കാരണം ഇവരെന്താണ് എന്നോട് ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത്? കാരണം സെമിനാരിയിൽ നിന്ന് ഞാൻ ഇറങ്ങി വന്നിട്ട് അതെൻ്റെ ഇഷ്ടമല്ല. സെമിനാരിയിൽ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ ആദ്യമായി സെമിനാരി കൊണ്ട് ചേർത്ത എങ്ങനെയായിരുന്നു ഫീൽ? കാരണം ഒരു വശത്ത് നമ്മുടെ ഡ്രീം 99% നിൽക്കുന്നു, മറുവശത്ത് ഈ പറയുന്ന ആളുകൾക്കുള്ള മറുപടി എന്ന നിലയിൽ സെമിനാരിയിലേക്ക് പോകുന്നു. എങ്ങനെയുണ്ടായിരുന്നു ആദ്യം? എനിക്ക് ഭയങ്കര അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം രാവിലെ ഒരു ടൈം ടേബിൾ ഉണ്ട്, 5:30 ആകുമ്പോൾ എഴുന്നേൽക്കണം, 6 മണി പള്ളിയിൽ ചെല്ലണം, ഇങ്ങനെയൊക്കെ. അപ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങളിങ്ങനെ ചെയ്ത് പോകുമ്പോൾ ഞാൻ വിചാരിച്ചു, ഞാൻ എന്തായാലും വിചാരിച്ചു ഞാൻ പെട്ടു, ഇനി ഫ്ലോയിൽ അങ്ങ് പോകാം. കാരണം ഈ സിനിമ കാര്യങ്ങളൊന്നും നടക്കില്ല. ഇനി ഇപ്പോൾ ആരെങ്കിലും സിനിമ അങ്ങനെ അഭിനയിക്കുന്ന ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ ദൂരെ നിന്ന് ഇങ്ങനെ നോക്കും, അടുത്തോട്ട് പോയി സംസാരിക്കും. അച്ഛന്മാർ അവരോട് സംസാരിക്കുന്നത് നമുക്കങ്ങനെ നമ്മളൊരു ബ്രദർ എന്ന രീതിയിൽ എപ്പോഴും ഞാൻ ചിന്തിക്കുന്ന ഒരു പൗരോഹിത്യം ഏതെങ്കിലും ഒരു മേഖലയിലൊക്കെ ചിലപ്പോൾ ഒരു ലോക്കാണ്. കാരണം ഒരു ബൗണ്ടറി വിട്ടിട്ട് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. ഇപ്പം ഞാൻ ബ്രദർ ആയിരിക്കുന്ന സമയത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ലൈൻ വിട്ടിട്ട് എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. കാരണം എനിക്ക് അനുസരണക്കേട് കാണിക്കാൻ പറ്റില്ല, ഓടിപ്പോയി അവരോട് സംസാരിക്കാൻ പറ്റില്ല. അപ്പോൾ ആ സമയത്ത് എനിക്ക് തോന്നി ഈ സംഭവം നഷ്ടപ്പെട്ടു, എൻ്റെ ഇന്ന് ഇത് പണി പാളി, എനിക്ക് പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന സമയത്തൊക്കെ എന്ത് ചെയ്യുമെന്നുള്ളതായിരുന്നു. ഇതെങ്ങനെ എനിക്കിങ്ങനെ പുറത്ത് വീട്ടിൽ പോകുന്ന സമയത്താണെങ്കിൽ ഞാൻ പറയും, ഇതെന്നെ കൊണ്ട് ഇത് പറ്റുമെന്ന് തോന്നില്ല. കാരണം എനിക്ക് ഐ ക്യാൻ ബി എ ഗുഡ് ഹ്യൂമൻ ബീയിങ്, പക്ഷേ ഒരു നല്ല പ്രീസ്റ്റ് ആയിരിക്കാൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒട്ടും ഉറപ്പില്ലായിരുന്നു. കാരണം സെമിനാരി എന്നെ കുറച്ചുകൂടി ഒരു നല്ല മനുഷ്യനാക്കിയിട്ടുണ്ട്. പക്ഷേ
എന്നെ അത് എനിക്ക് എത്രത്തോളം എൻ്റെ മുമ്പിലുള്ള ജനങ്ങൾക്ക് ഒരു കാര്യം കൊടുക്കാൻ പറ്റും എന്നുള്ള കാര്യത്തെക്കുറിച്ച് എനിക്ക് പറ്റിയിട്ടില്ല. ഇപ്പോൾ സിനിമയിൽ അഭിനയിക്കണം എന്ന് ഒരാൾ എന്നോട് എന്ന് പറഞ്ഞാൽ ഞാൻ കൂടുതൽ വാചാലനാവും. അന്നും വാചാലനാവും, ഇന്നും വാചാലനാവും. അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ ആൻ്റണി വർഗീസിനെ പരിചയപ്പെടുന്ന, നമ്മുടെ പ്രൊവിൻഷ്യൽ ഹൗസിൻ്റെ തൊട്ടടുത്താണ് ആൻ്റണി വർഗീസിൻ്റെ വീട്, അങ്കമാലി ഡയറക്ടേഴ്സിലൊക്കെ അഭിനയിക്കുന്ന സമയത്ത്. സോ ആൻ്റണി എന്നൊരു നടൻ്റെ സ്ട്രഗിള് നേരിട്ട് കണ്ടിട്ടുണ്ട്. കാരണം അവൻ പള്ളിയിൽ വന്നിങ്ങനെ വളരെ ശാന്തനായിട്ട് ഇരിക്കുന്നതും വൈകുന്നേരങ്ങളിൽ ഇരിക്കുന്നതും. അപ്പോൾ അവനോട് സംസാരിക്കാൻ പറ്റിയിട്ടുണ്ട്, കൂടുതൽ സംവദിച്ചിട്ടുണ്ട്. അപ്പം അതൊക്കെ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര മോട്ടിവേറ്റഡ് ആയിരുന്നു. ഞാൻ ഒരാളെ കണ്ടുമുട്ടി, അതായത് ആൻ്റണി വർഗീസ് എന്നൊരു നടനെ ഞാൻ പരിചയപ്പെട്ടു. സോ അതൊരു തുടക്കമായിരുന്നു. സോ അവൻ അനുഭവിച്ച ചില സ്ട്രഗിൾസ് ഉണ്ട്. പുറത്തേക്ക് പോകാൻ നിൽക്കുന്ന സമയത്ത് അവൻ വീണ്ടും തിരിച്ചു വരുന്നു, സിനിമ കിട്ടി. സോ ഞാൻ വിചാരിച്ചു എനിക്കും അങ്ങനെ ഒരു സംഭവം വരും എന്ന് വിചാരിച്ചിട്ട് നോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങി. ഈ ഇറങ്ങുക എന്ന് പറയുന്നത് നിങ്ങൾ ബ്രദറാണ് ഫസ്റ്റ് പഠിക്കുമ്പോൾ, അതിനുശേഷം നിങ്ങൾ വസ്ത്രം ഇട്ടു. പിന്നെ നിങ്ങൾക്ക് ഒരു പേര് സ്വീകരിക്കുന്ന ചടങ്ങില്ലേ? അതായത് പേര് ഓപ്ഷണലാണ്, പേര് സ്വീകരിക്കുക, അല്ലെങ്കിൽ നമ്മുടെ മാമോദിസ പേര് നമുക്ക് ഇടാം. ഒരു പിന്നെ നിങ്ങൾക്ക് ഇടവക തരികയാണ്. അതെ, ഇടവക തന്ന് പ്രയർ, ആ ഇടവകയാണ് പിന്നീട് നിങ്ങൾ നോക്കേണ്ടത്. ഏകദേശം ആ ഇടവക എത്തുന്ന സമയത്താണോ? ഏകദേശം ആ ഒരു സ്റ്റേജിലേക്ക് കടക്കുന്ന സമയത്താണ്. കാരണം എനിക്ക് തോന്നി ഇനി മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ പൂർണ്ണമായിട്ടും അതിലേക്ക് പോകും. കാരണം എനിക്ക് പിന്നീട് എനിക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഒത്തിരി പേരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കേണ്ടി വരും. കാരണം കുർബാന ചൊല്ലിയിട്ട് ഞാൻ പോകുന്നു കഴിഞ്ഞാൽ ഒത്തിരി പേരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കേണ്ടി വരും. എങ്ങനെയാണ് ആ ഒരു ഡിസിഷൻ, ആരോടാണ് ഈ ഡിസിഷൻ ആദ്യം പറഞ്ഞത്? ഡിസിഷൻ ഞാൻ ആദ്യം പറയുന്നത് എൻ്റെ കൂടെയുള്ള എൻ്റെ ഇൻചാർജുള്ള അച്ഛന്മാരോട് ആദ്യം പറയുന്നത്. അവരെന്തായിരുന്നു? അപ്പം ആദ്യം പറഞ്ഞു, പ്രിൻസ് അതൊരു ഇതുപോലെ നിനക്ക് തോന്നുന്നതാണ്, അതിപ്പം അക്കരപ്പച്ച ഹാലൂസിനേഷൻ പോലെ നിനക്ക് തോന്നുന്നതാണ്. അപ്പോൾ ഈ സമയത്ത് പല ചിന്തകളും നെഗറ്റീവ് തോട്ട്സ് ഒക്കെ വരുന്നതാണ്, നമ്മൾ അതിലേക്ക് അടുത്തുകൊണ്ടിരിക്കുമ്പോൾ വരുന്നതാണ്. അതൊക്കെ ഭയങ്കര ലൗകികമായിട്ടുള്ള കാര്യങ്ങളാണെന്ന് പറഞ്ഞ് ഞാൻ ധ്യാനത്തിന് പോയി. അതായത് ഈ സിനിമ മാറാൻ വേണ്ടി ചിന്തകൾ മാറാൻ വേണ്ടി ധ്യാനത്തിന് പോയി. ഈ ധ്യാനത്തിന് പോകുമ്പോഴും ഞാനിങ്ങനെ കേട്ടിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. കൊള്ളാം, നല്ല രസമുണ്ട്, അങ്ങനെ ഒരു ഇതാണ്. അതായത് എന്നെ എങ്ങനെയും ഇത് ഇൻസ്പയർ ചെയ്തിട്ടുണ്ടെന്ന് ചില കാര്യങ്ങളിലൊക്കെ എന്നെ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. അതായത് ഞാനെപ്പോഴും കാണുന്ന ഇപ്പം നീ ചോദിക്കുമോ നിങ്ങൾക്ക് ലഭിക്കുമെന്ന് ബൈബിളിൽ പറയുന്നത്, അതാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് ഒരു കാര്യം അമിതമായിട്ട് നമ്മൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അത് ബൈബിളിൽ പറഞ്ഞ് ഞാൻ അങ്ങനെ ഒരു അതിലാണ് ഞാൻ അതിനെ കാണുന്നത്. അപ്പം ധ്യാനത്തിന് വിട്ടു. പിന്നെ വേറെ സ്ഥലങ്ങളിലേക്ക് പോയി, പുതിയ സ്ഥലങ്ങളിലേക്ക് എൻ്റെ മൈൻഡ് ഒന്ന് റീഫ്രഷ് ആകാൻ. എന്ത് മൈൻഡ് റീഫ്രഷ് ആയെന്ന് പറഞ്ഞാൽ മൈൻഡ് റീഫ്രഷ് ആയി, പക്ഷെ എൻ്റെ പാഷനും കാര്യങ്ങളും ഒന്നും അവിടെ തന്നെ നിന്നു. ഞാൻ പറഞ്ഞു ഞാൻ ഇറങ്ങാം. അപ്പോൾ പറഞ്ഞു ആലോചിച്ചിട്ട് മതി. ഞാൻ പറഞ്ഞു ആലോചിച്ചു, പറ്റില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഞാൻ സെമിനാരിയിൽ നിന്ന് പോവാണ്, ലോഹയൂരി നേരെ വീട്ടിലേക്ക്. അവിടെ നിന്നൊരു പറഞ്ഞില്ലായിരുന്നു? ഇല്ല, അമ്മയോട് ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ ഒരു ഇറങ്ങണമെന്നുള്ള ഇതുണ്ട്. അപ്പം കുറച്ച് വിഷമമുണ്ടായിരുന്നു. പിന്നെ ഞാൻ അതിനോട് വിളിച്ച് പറഞ്ഞു ഞാൻ ഇറങ്ങുവാണ്. അപ്പോൾ ഞാൻ ഇറങ്ങുമെന്ന് പറഞ്ഞപ്പോൾ എല്ലാം ഒരു ഇതുപോലെ ഒരു ടൈമിംഗ് പോലെ നടന്നു. ഞാൻ ഇറങ്ങുവാന്ന് പറഞ്ഞ് രാവിലെ പറഞ്ഞു, ഉച്ചയായപ്പോൾ എനിക്ക് എൻ്റെ ഒരു കസിൻ ബ്രദറും അനിയനും കൂടെ വണ്ടിയായിട്ട് വന്നു. അനിയൻ സപ്പോർട്ടായിരുന്നോ? അനിയൻ സപ്പോർട്ടാണെന്ന് ചോദിച്ചാൽ അവനറിയാം ഞാനിങ്ങനെ ഒരു ഇതിലങ്ങ് ഒരു എല്ലാവരും പറയുന്നു നീ അവിടെ നിൽക്കുക, നിൻ്റെ പട്ടം കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്, അവരെയും ബുദ്ധിമുട്ടിപ്പിക്കണ്ട എന്നൊക്കെ വിചാരിച്ചിട്ട് നിന്ന് പോകുന്നതെന്ന് അവർക്ക് അനിയനറിയാം. പക്ഷെ എന്തുകൊണ്ടോ അവൻ കുറച്ചുകൂടി ബോൾഡാണ്, എന്നെ പോലെ അല്ല. ഞാൻ ബോൾഡാണ്, പക്ഷെ ഇച്ചിരി സെൻസിറ്റീവ്. അതായത് ഇല്ലെങ്കിൽ 10 വർഷം നമ്മൾ അങ്ങനെ കളയില്ലല്ലോ. ഇല്ലില്ല, കളയില്ല മീൻസ് നമുക്ക് അന്നേ തീരുമാനം എടുക്കാമായിരുന്നു. ഇല്ല, ഞാൻ കഷ്ടപ്പെട്ടാലും സിനിമയിലെ നിക്കോളം തീരുമാനം എടുക്കാൻ പറ്റാത്തതാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ഒരു മച്യൂർ ആയിട്ടുള്ള ഡിസിഷൻ എടുക്കണം ഞാൻ. അതിന് കുറച്ച് ടൈം വേണ്ടി വന്നു തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം പെട്ടെന്ന് ഞാൻ ഇറങ്ങുവാണ് എന്ന് പറഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞാൽ അതൊരു മച്യൂർ ആയിട്ടുള്ള ഡിസിഷൻ ആണോ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല, ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം ഞാൻ എടുക്കുന്ന ഡിസിഷൻ മച്യൂർ ആയിരിക്കണം, ഞാൻ എടുക്കുന്ന ഡിസിഷനിൽ ഉറച്ചു നിൽക്കാൻ എനിക്ക് പറ്റണം. അതുകൊണ്ട് അത് എന്ത് സ്ട്രഗിൾ പുറത്തുനിന്ന് വന്നാലും എന്തൊക്കെ ഫേസ് ചെയ്യേണ്ടി വന്നാലും എനിക്ക് അതിൽ തന്നെ ഉറച്ചു നിൽക്കണം എന്നൊരു ബോധ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒന്ന് ഉറപ്പിച്ചത്, ഡിസിഷൻ ഉറപ്പിച്ച് ഞാൻ
ഇറങ്ങി. ഞാൻ അവിടെ നിന്ന് ഇറങ്ങി വീട്ടിൽ വന്നു കഴിഞ്ഞപ്പം ചില പൊട്ടിത്തെറികൾ പോലെ ചില ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. ഇപ്പോഴും പറയുന്നവരുണ്ട്. ഇപ്പം നമ്മൾ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ പറയുമ്പോൾ പറയുന്ന കസിൻസ് ഉണ്ട്, അത് തന്നെയാടാ നിനക്ക്, അതുകൊണ്ട് തന്നെയാണ് നിനക്ക് ഇങ്ങനെയൊക്കെ വന്നത്, നീ രക്ഷപ്പെടാത്ത അതുകൊണ്ടാണ്. ഞാൻ പറഞ്ഞു ഓക്കെ താങ്ക് യു സോ മച്ച്, അത്രേ ഉള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് അവരെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല. ഇപ്പം അമ്മയും അനിയനെയൊക്കെ ചില കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് അവര് ഇത് എന്നെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വ്യക്തി സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ നമ്മളെ ഡിപ്പെൻഡ് ചെയ്ത് ഇരിക്കുന്നവരെയും കൂടെ വേദനിപ്പിക്കാത്ത വ്യക്തി സ്വാതന്ത്ര്യം എടുക്കാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ സൊസൈറ്റിയിൽ ജീവിക്കുന്ന സോഷ്യൽ ഹ്യൂമൻ ബീയിങ് ആണ്. ഇല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം, പക്ഷെ അതിന്റെ ആഫ്റ്റർ എഫക്ട് ഭയങ്കര വലുതാണ്. അതെ, അതിപ്പോ ഈ പറയുന്നവർക്ക് അറിയത്തില്ല. ഇപ്പൊ പറയുന്നവർ എന്തെങ്കിലും ഒക്കെ അങ്ങ് പറഞ്ഞു വിടും. പക്ഷെ ഇത് നമ്മൾ കേൾക്കുന്ന നമ്മുടെ ഉള്ളില് ചില സംഭവങ്ങളുണ്ട്. ഇപ്പൊ വീട്ടുകാർ നമ്മളൊരു കാര്യം പാസ് ചെയ്യുമ്പോൾ എല്ലാവരും നിന്നെപ്പറ്റി അങ്ങനെയൊക്കെ പറയുന്നുണ്ട്, പറഞ്ഞിട്ട് ചിലപ്പോൾ ഫോൺ കട്ട് ചെയ്യും. കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളുടെ ഉള്ളിൽ കിടന്നുള്ള ഒരു പോരാട്ടമുണ്ട്. ഇതെങ്ങനെ ഞാനിതിനെ സ്ട്രഗിൾ ചെയ്യും. അങ്ങനെ ഇത് കൂടി വന്നിട്ട് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, എന്തിനു വെറുതെ ഇങ്ങനെ ഞാൻ ജീവിക്കുന്നത്, ഒരു ഐഡൻറ്റിറ്റി ഇല്ലാതെ ജീവിക്കുന്ന. സെമിനാരിൽ നിന്ന് പോകുന്നുണ്ട്, അതിൻ്റെ കേൾക്കുന്നുണ്ട്. ഇപ്പം സിനിമ എന്ന് പറയുമ്പോൾ കുറേ കാര്യങ്ങൾ ചെല്ലുമ്പോൾ പറ്റിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചെല്ലുമ്പോൾ ഞാനൊരു തോൽവിയാണോ എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ട് ഞാൻ. പിന്നീട് പല കാര്യങ്ങളിലുമൊക്കെ നമ്മളിങ്ങനെ വളരെ സെമിനാരിൽ നിന്ന് കിട്ടിയൊരു ഫോർമേഷൻ അതാ, വളരെ ശാന്തനായിരുന്നിട്ട് നമ്മൾ ചിന്തിക്കുന്ന സമയത്തൊക്കെ ചില ഇൻസൈറ്റ് നമുക്ക് കിട്ടും. സോ ഞാൻ ചിന്തിച്ച് കഴിഞ്ഞപ്പോൾ നോക്കി, ഞാൻ ഇത്ര എത്തിയില്ലേ. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് സ്ട്രഗിൾ ചെയ്തിട്ട് ഞാൻ സെമിനാരിൽ നിന്ന് ഇറങ്ങിയ ദിവസവും പിന്നിട്ട് ഒരാഴ്ച ഞാൻ പിന്നിട്ടില്ലേ, ഇനിയും കുറേ ആഴ്ചകൾ എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റും. സോ എനിക്ക് എന്നെ അറിയാം, ഇത്രയും വർഷമായിട്ട് എനിക്ക് എന്നെ അറിയാം. ഇത് കൂടുതൽ എന്നെ വേറെ ആർക്കും അറിയത്തില്ലല്ലോ. സോ എന്നെ അറിയാവുന്ന എന്നെയും കൊണ്ട് മുമ്പോട്ട് പോകാം. കാരണം ഞാൻ പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ഞാൻ എൻ്റെ തന്നെ ഒരു ഫേക്കാന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ചിരിക്കുമ്പോൾ ഞാൻ അങ്ങ് ചിരിച്ചു കാണിക്കും. പക്ഷെ ഉള്ളിൽ നടക്കുന്ന ഒരു സംഭവമുണ്ട്. അത് ചിലപ്പോൾ നമ്മൾ ഒരാളോട് പറയുമ്പോൾ അത് കേൾക്കണമെന്നില്ല, എന്നാൽ കേൾക്കുന്ന വളരെ കുറച്ച് പേരെ ഉണ്ടാവും. കേൾക്കുന്നവർക്ക് മനസ്സിലാവണമെന്നില്ല. അത് മനസ്സിലാവണമെന്നില്ല. ഇപ്പം മനസ്സിലായെങ്കിൽ തന്നെ അവരവരുടെ രീതിയിലേ അതിനെ വ്യാഖ്യാനിക്കും. ഇത് മൂന്നാമതൊരാളോട് രണ്ടാമതൊരാളോട് പറയുമ്പം അവരവരുടെ രീതിയിൽ ചില കറികൾക്ക് ഇച്ചിരി ഉപ്പും കൂടെ ഇടാം എന്നുള്ള രീതിയിൽ അവരതിനെ അവതരിപ്പിക്കുന്നുള്ളൂ. പക്ഷേ എന്നാൽ വളരെ കേൾക്കുന്ന, നമ്മളെ മനസ്സിലാക്കുന്ന ഫ്രണ്ട്സും ഉണ്ട്, റിലേറ്റീവ്സും ഉണ്ട്. പക്ഷേ ഇവരൊക്കെ ഈ ഒരു സമയത്താണ് വരുന്നത്. അതായത് അവൻ ആ ഒരു വഴിയെ പോകുന്നുണ്ട്, അവന് കുറച്ച് ചാൻസൊക്കെ കിട്ടുന്നുണ്ട് എന്നൊക്കെ ഇത് പറയുന്നവരുണ്ട്. തിരുവസ്ത്രം ഇടുന്നത് നിങ്ങൾക്ക് വലിയ ചടങ്ങാണ്. അപ്പോൾ ഊരുക എന്നുള്ളപ്പോൾ എങ്ങനെയാണ്, നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് പറഞ്ഞാൽ മതിയോ, പിന്നെ എന്തെങ്കിലും പ്രൊസീജിയർ? അല്ല, ഡയറക്റ്റായിട്ട് പറയുക, കാരണങ്ങൾ ബോധിപ്പിക്കുക, എന്തുകൊണ്ടാണ് പോകുന്നത്. അപ്പോൾ അവരത് ഇപ്പം അച്ഛന്മാർക്കത് മനസ്സിലായി കഴിഞ്ഞാൽ ഇപ്പം ഇവൻ ജെന്യൂൻ ആയിട്ടുള്ള റീസൺ തന്നെയാണ്. ചിലർ ഒളിച്ചോടാൻ വേണ്ടി, ഇപ്പോൾ ദൈവവിളി ഉണ്ടായിട്ടും ഇപ്പോൾ അവർക്ക് ചിലപ്പോൾ പ്രീസ്റ്റ്ഹുഡ് ആയിരിക്കും അവരുടെ ഉള്ളിൽ, പക്ഷേ ചില സംശയങ്ങൾ കാരണം പോകുന്നവരുണ്ട്. അങ്ങനെ പോയിട്ട് തിരിച്ചു വന്ന അച്ഛന്മാരായിട്ടുള്ളവരും ഉണ്ട്. നല്ല രീതിയിൽ നല്ല വിശുദ്ധരായിട്ടുള്ള അച്ഛന്മാരായിട്ട് ജീവിക്കുന്നവരുണ്ട്. എല്ലാവരും ആണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ വളരെ കുറച്ച്. ഇപ്പോൾ എനിക്കറിയാവുന്ന കുറച്ച് പേരുണ്ട്. എൻ്റെ ഏറ്റവും വലിയ സുഹൃത്തുക്കൾ അച്ഛന്മാരൊക്കെ തന്നെയാണ്. സോ ഈ സമയത്ത് നമ്മൾ അവരെ പറയുക, കാരണം എനിക്കിതല്ല എൻ്റെ വഴി, ഞാനിങ്ങോട്ട് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന വിശ്വാസികൾക്ക് ബുദ്ധിമുട്ടാണ്, അത് സഭയ്ക്ക് ബുദ്ധിമുട്ടാണ്, എനിക്ക് തന്നെ ബുദ്ധിമുട്ടാണ്. സോ അപ്പോൾ അത് അങ്ങനെ പറയുക. ബൈബിളല്ലേ തന്നെത്താൻ നഷ്ടപ്പെട്ടിട്ട് നീ എന്ത്, നിന്നെ തന്നെ നഷ്ടപ്പെടുത്തിയിട്ട് നീ എന്ത് നേടാനാണ്. അതെ അതെ, അവന് നിന്നെ തന്നെ നഷ്ടപ്പെടുത്തിയിട്ട് നീ എന്ത് നേടാൻ കഴിയും? ഒന്നും നേടാൻ കഴിയില്ല. കാരണം അതൊക്കെ ഒരു ഇപ്പം ബൈബിൾ എല്ലാ കാര്യങ്ങളും ബൈബിളിൽ പറഞ്ഞിട്ട് ഇതും പറഞ്ഞിട്ടുണ്ട്. അതായത് നീ എന്തിനാ നിന്നെ നഷ്ടപ്പെടുത്തുന്നത്? നിന്റെ ഇഷ്ടങ്ങൾ എന്താണ്, നിന്റെ ഉള്ളിൽ എന്താണോ അതേ നിന്റെ ഉള്ളിൽ നിന്ന്, ഹൃദയത്തിൽ എന്താണോ ഹൃദയത്തിന്റെ നിറവിൽ നിന്നാണ് അതരെ സംസാരിക്കുന്നത്. ഞാൻ അങ്ങനെയും പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ സിനിമയെ സംസാരിച്ചിട്ടുണ്ടെന്നേ, കാരണം എൻ്റെ ഹൃദയത്തിൽ അതേ ഉള്ളൂ. ഇപ്പൊ ഈ പറഞ്ഞ സഭയിൽ നിന്ന് പുറത്താക്കൽ അങ്ങനെ അല്ല, അങ്ങനെയൊന്നുമില്ല. അല്ല, എനിക്കറിയില്ല, ഞാൻ അതുകൊണ്ടാണ് ചോദിച്ചത്. ചിലരിപ്പോ നമ്മളോട് ഇങ്ങനെ മിണ്ടാതിരിക്കുന്നവരുണ്ടാവും. അല്ല, എനിക്ക് തോന്നുന്നു ഇന്റർ കാസ്റ്റ് മാരേജ് ഒക്കെ നടത്തിയാലേ ചിലപ്പോ ആ വീട്ടുകാരെ സഭ സഭയല്ല, ആ പള്ളിയിൽ നിന്ന് പുറത്താക്കുക അങ്ങനെയൊക്കെ ഉള്ള സംഭവം. പുറത്താക്കൽ അങ്ങനെ അല്ലെങ്കിൽ എന്തോ പണിഷ്മെന്റ് അങ്ങനെ എന്തൊക്കെയുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ ചോദിച്ചു. പണ്ട് കാലത്തൊക്കെ അങ്ങനെ ഭയങ്കര ഇതായിട്ടുണ്ടായിരുന്നു. വേറെ ഇന്റർ കാസ്റ്റ് മാരേജ് ആയി കഴിഞ്ഞാൽ ഇപ്പൊ കുർബാന സ്വീകരിക്കാൻ പറ്റില്ല. പള്ളിയുടെ ഏറ്റവും ഇപ്പം പള്ളിയുടെ എല്ലാ ബാക്ക് വശത്തും ഈ ആനവാതിൽ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. അതിന്റെ ബാക്ക് വശത്ത് കുറെ സ്പേസ് ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ളവർ അവിടെയാണ് നിന്നിരുന്നതെന്നൊക്കെ ഹിസ്റ്ററി അങ്ങനെ പറയുന്നുണ്ട്. അവിടെ അങ്ങനെയുള്ളവർ അവിടെ നിന്ന് കുർബാന കണ്ടിരുന്നു, അവർക്ക് കുർബാന സ്വീകരണം ഉണ്ടായിരുന്നില്ല എന്നൊക്കെ
അത് കേട്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ അങ്ങനെയൊന്നുമില്ല. കാരണം പണ്ട് കാലത്തെ സിനിമകളിലൊക്കെ പറയുന്നു ഈ വേറത്തിന്റെ കൂടെ പോയാല് പള്ളിയിൽ നിന്ന് ഞങ്ങളെ പുറത്താക്കും അങ്ങനെയൊക്കെ. അങ്ങനെയൊക്കെ ഇപ്പൊ എനിക്കൊന്ന് ചില സംഭവങ്ങളിലൊക്കെ ഉണ്ടെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ഇപ്പോഴും. പക്ഷെ എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിഞ്ഞൂടാ. പക്ഷെ പൊതുവെ ഇപ്പം കുറച്ചുകൂടെയൊക്കെ ഒന്ന് ലിബറൽ ആയിട്ടുണ്ട്. ഇപ്പം എന്നെ സംബന്ധിച്ച് സെമിനാരി പോയി വന്നിട്ടാണ് ഞാൻ കുറേ തിയോളജി പഠിച്ചു, ഫിലോസഫി പഠിച്ചു എന്നൊക്കെ പറഞ്ഞാൽ ഞാനിപ്പോഴും അമ്പലത്തിൽ പോകും. എൻ്റെ കൂട്ടുകാരൻ അമ്പലത്തിൽ ഇപ്പോൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് അവൻ മലയ്ക്ക് പോകാൻ വേണ്ടി മാല ഇട്ടു. അപ്പോൾ അവൻ്റെ കൂടെ ഞാൻ അമ്പലത്തിൽ പോകും. എനിക്ക് അവിടെ ചെന്ന് എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അവൻ ചെയ്യുന്നതനുസരിച്ച് കൈവപ്പുൻ്റെ അടുത്ത് ഞാൻ കൈവപ്പും, ഇങ്ങനെ വണങ്ങേണ്ട അടുത്ത് വണങ്ങും. അല്ലാതെ എനിക്കല്ല അവിടെ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഇത് കാണുന്നൊരു ഫോട്ടോ പോസ്റ്റ് ചെയ്യുമ്പോഴും അതിൻ്റെ അടിയിൽ വന്ന് പറയുന്നവരുണ്ട്, അല്ലെങ്കിൽ ഇൻബോക്സിൽ വന്ന് പറയുന്നവരുണ്ട്, ഫോൺ വിളിച്ച് പറയുന്നുണ്ട്, നാണില്ലടാ ഇത്രയും നാളെ സെമിനാരിപ്പെട്ട അമ്പലത്തിൽ കയറുന്നു. ഞാൻ പോവും, ഞാനിയും പോവും. ദൈവം സ്നേഹമല്ലേ? ദൈവ സ്നേഹമാണെങ്കിൽ എല്ലാം സ്നേഹമാണ്. അപ്പോൾ സ്നേഹമാണെങ്കിൽ എല്ലാവരെയും സ്നേഹിക്കണം. ഞാൻ അവിടെയും പോവും, അവിടെ സ്നേഹമുണ്ട്, അപ്പോൾ അവിടെ ദൈവമുണ്ട്. എല്ലാം ഒന്നിലേക്കാണല്ലോ ഈ പോകുന്നത്. ഈ ദൈവം എന്ന് പറയുന്നത്, ദൈവം സ്നേഹമാവുന്നു എന്ന് പറയുന്ന ആ സ്നേഹത്തിലേക്കല്ലേ പോകുന്നത്. സോ എല്ലാത്തിനെയും സ്നേഹിക്കാം. എല്ലാത്തിനും സ്നേഹിക്കാം എന്നല്ല, എല്ലാത്തിനെയും സ്നേഹിക്കണം. അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നവർ അക്സെപ്റ്റ് ചെയ്യും. അല്ലാത്തൊരിങ്ങനെ ഒരു ഇൻവേർട്ടഡ് കോമയിൽ ഇങ്ങനെ നമ്മളെ കണ്ടുകൊണ്ടിരിക്കും. പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പം എത്ര നാളായില്ല? പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പോൾ ഒരു 10 വർഷമൊക്കെ അടുത്തായി. 10 വർഷം അടുത്തായി. അപ്പോൾ സ്ട്രഗ്ലിംഗ് പീരീഡ് നന്നായിട്ടുണ്ട്. സ്ട്രഗ്ലിംഗ് പീരീഡ് നന്നായിട്ടുണ്ടായിരുന്നു. പക്ഷെ നന്നായിട്ട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ഈ ഇതിൽ നിന്ന് ഇറങ്ങി വീട്ടിൽ ചെന്നു പിന്നെ എങ്ങനെയാണ് സിനിമയിലേക്ക് കയറാൻ? ഇപ്പോൾ ഒരു അതായത് 10 വർഷം നമ്മൾ സഭയിലും പഠനവുമായിട്ട് നീങ്ങി, അതിനിടയ്ക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ല. പക്ഷെ ആ സമയത്തെല്ലാം കാലം മുന്നോട്ട് പോവുകയാണ്. അതായത് ടെക്നോളജി വളരുന്നു. ഇപ്പൊ പറഞ്ഞ പോലെ സ്മാർട്ട് ഫോണിന്റെ ഇതിൽ ഒരു കാസ്റ്റിംഗ് കോൾ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓടിപ്പോയി അഭിനയിക്കാൻ പറ്റുന്നു, ഇല്ലെങ്കിൽ ഒരു റീൽ ഇട്ടാൽ അഭിനയിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുന്നുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിന്ന് പിന്നെ ഒരു 10 വർഷം, അതിനും മുന്നേ ഒരു 10 വർഷം, അതായത് ടോട്ടൽ ഒരു 20 വർഷത്തെ ബാക്കിലേക്ക് പോകുമ്പോൾ ഈ ഫെസിലിറ്റികളൊന്നും ഇല്ല. ആ സമയത്ത് ഇറങ്ങുകയും ചെയ്തു, ഇപ്പൊ പറഞ്ഞ പോലെ ഇല്ലത്തുനിന്ന് ഇറങ്ങുകയും ചെയ്തു, അമ്മാത്തെത്തിയില്ല എന്നൊരു ഡയലോഗ്. ഈ ഇറങ്ങിയ സ്ട്രഗ്ലിംഗ് പീരീഡിൽ ഈ ഇപ്പൊ വന്ന് അഭിനയിച്ച 3 സിനിമ വരെ വന്നെത്തി നിൽക്കുമ്പോൾ എങ്ങനെയായിരുന്നു ആ ഒരു പീരീഡ്? എങ്ങോട്ടേക്കാണ് ആദ്യം പോയത്? ആ സമയത്ത് വന്നിട്ട് ഞാൻ ഫേസ്ബുക്ക് ഒക്കെ എടുത്ത് ഫോട്ടോ ഒക്കെ അപ്ലോഡ് ചെയ്യുന്നു. പിന്നെ ഞാനിങ്ങനെ സെർച്ച് ചെയ്യാൻ തുടങ്ങി. കാസ്റ്റിംഗ് കോൾസ്, ഡയറക്ടേഴ്സ്, ചിലർക്ക് മെസ്സേജ് അയക്കും, ചിലരുടെ മെസ്സേജ് കാണില്ല. അപ്പോൾ ആ സമയത്ത് ഒരു കാസ്റ്റിംഗ് കോൾ വരുന്നു ഒരു വെബ് സീരീസിലേക്ക് വേണ്ടിയിട്ട്. റെയ്ഡ് എന്നാണ് അതിൻ്റെ പേര്. ഒരു വെബ് സീരീസ് വരുന്നു. അപ്പോൾ ഞാൻ അതിനകത്തേക്ക് ഫോട്ടോ ഒക്കെ അയച്ചു കൊടുക്കുന്നു. ഓൾറെഡി അന്ന് ക്ലീൻ ഷേവ് ആയിരുന്നു ഞാൻ. അപ്പോൾ ഫോട്ടോ അയച്ചു കൊടുത്തിട്ട് അതിൽ ഞാൻ പറ്റിക്കപ്പെട്ടു. ഞാൻ മാത്രമല്ല, അതിൽ അഭിനയിച്ച എല്ലാവരും പറ്റിക്കപ്പെട്ടു. എൻ്റെ തുടക്കം അങ്ങനെ ഒരു പറ്റിക്കൽ ഇതിൽ നിന്നായിരുന്നു. ഞാൻ ഫോട്ടോ എല്ലാം അയച്ചു കൊടുക്കുന്നു, 2-3 പ്രാവശ്യം ഓഡീഷന് വിളിക്കുന്നു, കുറേ കാര്യങ്ങൾ ചെയ്യിപ്പിച്ച് നോക്കുന്നു. അപ്പോൾ ഞാൻ അപ്പോഴും എൻ്റെ ലുക്കിലൊന്നും ഞാൻ കോൺഫിഡൻ്റ് അല്ല. അപ്പം ഞാൻ എപ്പോഴും പറയും, എന്ത് ഈ ലുക്ക് കൊണ്ടൊക്കെ ഞാൻ എപ്പോഴും വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് സിനിമ എന്ന് പറഞ്ഞാൽ നല്ല വെളുത്ത് നല്ല ചുമന്നിരിക്കണം, എങ്കിലേ സിനിമയിൽ കിട്ടുള്ളൂ. അപ്പോൾ അതായത് ഇപ്പോൾ ചിലർ ഇൻ്റർവ്യൂ എന്ന് പറയുമ്പോൾ അല്ലേ നമ്മളിങ്ങനെ ഡള്ളാക്കി. അപ്പം ഞാനൊക്കെ ഇങ്ങനെ തമാശ എന്നെ ഒന്നും ഡള്ളാക്കേണ്ട ആവശ്യമില്ല, ചുമ്മാ മേക്കപ്പിലൊക്കെ ഏറ്റുവിട്ടാൽ മതി. അപ്പോൾ ഈ ചില സമയത്ത് ചില ഇഷ്യൂസ് സിനിമയിലൊക്കെ വരുമല്ലോ, ഇപ്പോൾ ചില നടന്മാരെ മാറ്റി എന്നൊക്കെ. ഞാൻ അതിൻ്റെ ഇടയിൽ പോയി കമൻറ്റ് ഇട്ടിട്ടുണ്ട്, എനിക്ക് പൈസ ഒന്നും തരണ്ട, ജസ്റ്റ് അഭിനയിപ്പിച്ചാൽ മാത്രം മതി. അതായത് ഇത് ഞാൻ അവിടെ ചെന്നു, ഓഡിഷൻ കഴിഞ്ഞ് എൻ്റെ കൂടെ വേറെ 7 പിള്ളേരുണ്ടായിരുന്നു, പല സ്ഥലങ്ങളിൽ നിന്നുള്ള പിള്ളേരാണ്. അപ്പോൾ ഇവരെല്ലാം ഉണ്ടായിരുന്നപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ അന്ന് ഈ സിനിമയിലെ ഈ വെബ് സീരീസ് ഇങ്ങനെ ഇപ്പോൾ അദ്ദേഹം ഒരു സിനിമ ചെയ്തിട്ടുണ്ട്, പേര് ഞാൻ എന്തായാലും ഞാൻ പറയുന്നില്ല, അദ്ദേഹം മലയാളത്തിലൊരു സിനിമ ചെയ്തിട്ടുണ്ട് അദ്ദേഹം. അപ്പോൾ പേര് ഞാൻ എന്തിനാണ് ഞാൻ വെറുതെ ഒരു പ്രൊമോഷൻ അദ്ദേഹത്തിന് കൊടുക്കുന്നത്. അപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ചു, ഇവരെയും വിളിച്ചു. ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, നമ്മളിങ്ങനെ അഭിനയിക്കണമെങ്കിൽ നമ്മൾ കുറച്ച് പൈസയൊക്കെ കെട്ടി വെക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ വരുന്നവർക്കും ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ ഒന്നുമില്ല. എനിക്കാണെങ്കിൽ ഒട്ടും ഐഡിയ ഇല്ല ഇതിനെപ്പറ്റി. അവർ അറ്റ്ലീസ്റ്റ് ഷൂട്ടിംഗ് എങ്കിലും കണ്ടിട്ടുണ്ട്, ഞാൻ അതുപോലും കണ്ടിട്ടില്ല. ഇപ്പോൾ ഈ കോട്ടയം ഇടുക്കി ഒരു ഏരിയ അറിയാമല്ലോ, അപ്പം അങ്ങനെ വരുന്നൊരിതാണ്. അപ്പോൾ എനിക്ക് അത് തൃശ്ശൂരായിരുന്നു. അപ്പോൾ തൃശ്ശൂരൊക്കെ പോയി ചില സാധനങ്ങൾ കാണുമ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്, ഇത് കൊള്ളാലോ സംഭവം. അങ്ങനെയൊക്കെ ചെന്നു, അഭിനയിച്ച് പൈസ കൊടുത്തിട്ട് 10 രൂപ 15 രൂപ കൊണ്ടേ കൊടുത്തു കഴിഞ്ഞപ്പം ഇതെല്ലാം അവിടുന്ന് ഇവിടുന്ന് വാങ്ങിച്ചിട്ട് കഷ്ടപ്പെട്ട്, ഇപ്പോൾ അമ്മയും അനിയനെ കൂടി കഷ്ടപ്പെട്ട് തരുന്നതാണ്. അതായത് ഇവൻ കുറേ ആയി ഇങ്ങനെ വീട്ടിൽ നിൽക്കുന്നു, ഇങ്ങനെയെങ്കിലും അവൻ രക്ഷപ്പെടട്ടെ എന്നോർത്ത് തരുന്നതാണ്. അവർക്ക് ആ തരുമ്പോൾ ഒരു വിഷമമുണ്ട്. കൊണ്ടേ കൊടുത്തു. അപ്പോൾ ബാക്കിയുള്ളവർ ഇത്രയും കൊടുത്തു, ഫൈൻ. ഞാൻ ചെന്നു, എല്ലാം അഭിനയിച്ചു. ആദ്യം ഒരു എപ്പിസോഡൊക്കെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പം ഇദ്ദേഹം ഒരു ദിവസം വിളിച്ചിട്ട് പറയുന്നു,
അതെ ഞാനിവിടെ ഭയങ്കരമായിട്ട് പെട്ട് നിൽക്കുവാണ്, ഒരു ഹോട്ടലിൽ പെട്ട് നിൽക്കുകയാണ്, എനിക്കതുകൊണ്ട് എനിക്ക് ഇവിടുന്ന് ഇവരെ ഇറക്കി വിടുന്നില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു സംഭവം എന്ത്? അപ്പോൾ ഞാൻ ചോദിച്ചാൽ ഞാൻ ചോദിച്ചാൽ അതിന് എന്നോട് പൈസ ചോദിക്കുന്നത് എന്തിന് അവിടുന്ന് പോകാൻ വേണ്ടി? നിങ്ങളൊരു ഡയറക്ടർ അല്ലേ? അപ്പം എൻ്റെ വിചാരം ഇവര് ഡയറക്ടർ എന്നൊക്കെ പറഞ്ഞ വലിയ ഒരാളല്ലേ, അപ്പം പുറത്തുനിന്നൊരു നടീനെയൊക്കെ ഉണ്ടെന്ന് അത് അഭിനയിപ്പിക്കാൻ. അപ്പം ഞാൻ വിചാരിച്ചപ്പം ആ സമയത്ത് ഞാൻ അവന്മാരെ വിളിച്ചു, എടാ ഇങ്ങനെ വിളിച്ച് പറഞ്ഞെന്ന്. ഈ സെയിം തന്നെയാണ് അവരോടും പറഞ്ഞത്. അപ്പോൾ എനിക്ക് തോന്നി ഇതിനെന്തോ സംതിങ് റോങ് ഉണ്ട്, പറ്റിക്കപ്പെട്ടു എന്ന് തോന്നി. അപ്പോൾ ഫസ്റ്റ് എപ്പിസോഡൊക്കെ ഇത് കുറേ എഡിറ്റ് ചെയ്തിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞപ്പോൾ പക്ഷേ നിൻ്റെ ലുക്ക് അപാരമാണ്, ഒരു രക്ഷയില്ല. അതിനകത്തൊരു പോലീസ് ഓഫീസറായിട്ടായിരുന്നു, ഒരു രക്ഷയില്ലാത്ത ഇതാണ്. അപ്പം ഞാൻ ഇത്രയൊക്കെ അങ്ങ് പൊക്കേണ്ട കാര്യമുണ്ടോ? നമ്മൾ ജസ്റ്റ് രണ്ട് ഇതിൽ അഭിനയിച്ച് ഞാൻ പറഞ്ഞു ഓക്കെ താങ്ക് യു. അപ്പോൾ അടുത്ത ഷെഡ്യൂളുണ്ട്, അപ്പോൾ ആ ഷെഡ്യൂളിന് വരുമ്പോഴത്തേനും കുറച്ച് പൈസയുടെ പേയ്മെൻറ്റ് പ്രൊഡ്യൂസർ പിന്മാറി. അതൊക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ശരി. അപ്പോഴത്തേനും ഞാനിങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ കേട്ട് മനസ്സിലാക്കി, ഓക്കെ പ്രൊഡ്യൂസർ പിന്മാറിയെന്നൊക്കെ പറഞ്ഞപ്പോൾ ഓക്കെ ശരി എന്നാൽ. അപ്പോൾ പിന്നെ ഞാൻ പോയില്ല. പിന്നെ നമുക്ക് ഈ പൈസ തിരിച്ചു വേണം. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ പൈസ തിരിച്ചു വാങ്ങാൻ വേണ്ടി പുള്ളിനെ വിളിച്ചു. പുള്ളി വിളിച്ചു കഴിഞ്ഞതിന് ശേഷം ഒരു ദിവസം തന്നെ ഒരു മൊബൈൽ നമ്പറിൽ നിന്ന് കോൾ വന്നു. പ്രിൻസ് ആണോ? ഞാൻ പറഞ്ഞു അതെ, ഞാൻ തൃശ്ശൂർ പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് വിളിക്കുന്നത്, കേച്ചേരി അടുത്ത സ്ഥലമാണ്, പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് വിളിക്കുന്നത് പറഞ്ഞു. അത് ശരി. അപ്പോൾ ഞാൻ മൊബൈൽ നമ്പറിൽ നിന്നാണ് വിളിക്കുന്നത്. അപ്പം മൊബൈൽ നമ്പറിൽ എന്തിനാണ് വിളിക്കുന്നത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിക്കുമ്പോൾ? എന്നിട്ട് ഞാൻ ഒരു കാര്യം ചെയ്തു, നമ്മൾ അവിടെ തൃശ്ശൂരുള്ള പയ്യൻ അവിടെ പോയി ചോദിച്ച സമയത്ത് അവിടുന്ന് ഒരു പോലീസുകാരൻ നമ്മളെ വിളിച്ചിട്ടില്ല. സോ ഈ പൈസയുടെ കാര്യം അങ്ങനെ ഒരു പൈസ നമ്മുടെ കയ്യിൽ നിന്ന് പോയി, അദ്ദേഹത്തിൻ്റെ കാര്യം നടന്നു കാണും. പക്ഷേ ആ പൈസയുടെ കാര്യം പോയിട്ട് ഇപ്പോഴും എന്നോട് പറയുന്നവരുണ്ട് ആദ്യം തന്നെ കൊണ്ടേ കളഞ്ഞു. പക്ഷേ എൻ്റെ തുടക്കം അങ്ങനെയായിരുന്നു, അതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ പാഠം. അല്ല ഫസ്റ്റ് തന്നെ കബളിക്കപ്പെട്ടപ്പം ഇനി ഒന്ന് ചൂട് വെക്കുമ്പോൾ ഒന്ന് പേടിക്കും. പേടിക്കും, അത് വളരെ പേടിച്ചാണ് മൂവ് ചെയ്തത്. പിന്നെ ഈ കൂട്ടുകാരൊക്കെ ഉള്ളത്, അവരൊക്കെ ഉള്ള സമയത്ത് അവരൊരു ഹെൽപ്പായിരുന്നു, കാസ്റ്റിംഗ് കോൾസ് ഒക്കെ അയച്ചു തരും. ഇപ്പം കാസ്റ്റിംഗ് കോൾസ് വന്നു കഴിഞ്ഞാൽ എനിക്കൊരു പേടി, ഇനിയും പൈസ ചോദിക്കുമോ, അങ്ങനെ ഒരു സംഭവം ഉണ്ട്. പിന്നെ വീട്ടുകാരോട് എനിക്ക് ചോദിക്കാൻ പറ്റത്തില്ല. അത് കഴിഞ്ഞതിന് ശേഷം ഒരു മോഡലിങ്ങിൻ്റെ ഇത് വന്നു, എറണാകുളത്ത് തന്നെ വന്നു. അപ്പോൾ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരു ഫോട്ടോ എല്ലാം എടുത്തു, എല്ലാം രജിസ്ട്രേഷൻ ഫീസൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു നിന്നെ കൊണ്ടൊന്നും പറ്റുന്ന പണിയൊന്നുമല്ല ഇതെന്ന്. എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു, ഒരു ലേഡിയാണ്, നിന്നെ കൊണ്ടൊന്നും പറ്റുന്ന പണിയല്ല ഇത്. അപ്പോൾ പറഞ്ഞു നിങ്ങൾ ആദ്യം എൻ്റെ ഫോട്ടോ എല്ലാം കണ്ടിട്ടല്ലേ വിളിച്ചേ? അപ്പോൾ പറഞ്ഞു അല്ല നിന്നെ കൊണ്ട് പറ്റില്ല. അതിന് ഞാൻ പറഞ്ഞു വ്യക്തമായിട്ടുള്ളൊരു ഉത്തരം എന്താ? അല്ല നിന്നെ കൊണ്ട് പറ്റില്ല, നിന്നെ കൊണ്ട് പറ്റില്ല. ഞാൻ പറഞ്ഞു ശരി. പൈസ തിരിച്ചു കിട്ടിയോ? ഇല്ല, പൈസ തിരിച്ചു കിട്ടിയില്ല. അപ്പോഴും ഞാൻ വീട്ടിൽ ചെന്ന് പറഞ്ഞപ്പോൾ അവർ പിന്നെയും പറഞ്ഞത് നിൻ്റെ ഒരു ഇതാണ്, അതുകൊണ്ടാണ് നിൻ്റെ കയ്യിൽ നിന്ന് എല്ലാം പോകുന്നത്, നിനക്ക് അവസരം കിട്ടാത്തത് കൊണ്ടാണ്, നീ തിരിച്ചെങ്ങനെയും പോകണം. അതെന്തായാലും എന്നെ കൊണ്ട് പറ്റില്ല, തിരിച്ചു പോകാൻ എന്നെ കൊണ്ട് പറ്റില്ല. പക്ഷേ ഇതിൽ തന്നെ മുമ്പോട്ട് പോകാം. അപ്പം ഞാനിങ്ങനെ കുറേ സ്ട്രഗിൾ ചെയ്തിരുന്ന സമയത്ത് ഞാൻ അത്യാവശ്യം എഴുതുമായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു എഴുതാം. അപ്പം ഞാനൊരു പാട്ട് എഴുതി, ഒരു ആൽബം സോങ് എഴുതി. അതാണ് മനോരമ പുറത്തിറക്കി. എന്നിട്ട് ഞാനത് ഇമ്രാൻഖാനെ കോണ്ടാക്ട് ചെയ്തു. അത് ഇമ്രാൻഖാൻ്റെ ഒരു പാട്ടിൻ്റെ അടിയിൽ പോയി കമൻ്റ് ഇട്ട് അങ്ങനെ ഇൻബോക്സിൽ വന്ന് ഇമ്രാൻഖാനെ കൊണ്ട് പാടിപ്പിച്ച്, അപ്പം അതിനൊക്കെ വേറെ പ്രൊഡ്യൂസർ വന്ന് അപ്പോൾ പാടിപ്പിച്ച്, അപ്പോൾ അതിനകത്ത് തന്നെ ഞാൻ അഭിനയിക്കുകയും ചെയ്തു. അപ്പോൾ അതിനകത്തൊക്കെ അഭിനയിച്ച് കഴിഞ്ഞ സമയത്ത് ഈ പറയുന്ന മോഡലിംഗ് കമ്പനിയുണ്ട്, ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ ഇതിങ്ങനെ ഷെയർ ചെയ്തപ്പം അവർ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുന്നുണ്ട്, എൻ്റെ ഫേസ്ബുക്ക് ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പം അത് കുറേ ഫോട്ടോസ് എല്ലാം കണ്ടപ്പോൾ പറഞ്ഞു പ്രിൻസ് നമ്മുടെ ഒരു ക്രിസ്മസിൻ്റെ ഇവൻ്റ് ഉണ്ട്, അപ്പോൾ ആ സമയത്ത് റാമ്പ് ഇങ്ങനെ പറ്റുമെന്ന് ചോദിച്ചാൽ ഇല്ല പറ്റില്ല എന്ന് തന്നെ ഞാൻ പറഞ്ഞു. അങ്ങനെ തന്നെ പറഞ്ഞിട്ട് ഞാനിങ്ങ് പോയി. പോകാൻ മേലായിരുന്നോ? പോയിട്ട് ആ കാശെങ്കിലും മേടിക്കാൻ മേലായിരുന്നോ? അതിനെന്നെ അനുവദിക്കുന്നില്ലായിരുന്നു. കാരണം അത് ചിലപ്പോൾ എൻ്റെ ഒരു അവരോടുള്ള ചിലപ്പോൾ എൻ്റെ ഒരു ഈഗോ ആയിരിക്കാം. അല്ല, അത് എൻ്റെ ഒരു ഈഗോ ആയിരിക്കാം. പക്ഷെ ഞാൻ പോയില്ല. അതിനുശേഷം അത് പുറത്തിറക്കി, അതിറങ്ങി. 143 ലുക്ക് കൊള്ളാം. അപ്പം എങ്ങനെയായിരുന്നു ഒരു തുടക്കക്കാരൻ എന്ന നിലയിൽ ഒരു പാട്ട് എഴുതി അതിൽ ഞാൻ തന്നെ അഭിനയിക്കാം, അപ്പം നിർമ്മാതാവൊക്കെ സമ്മതിച്ചു? എങ്ങനെയായിരുന്നു സംഭവം? അവരൊക്കെ സമ്മതിച്ചു, കുഴപ്പമില്ലായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു, കാരണം എനിക്കൊന്ന് മുമ്പിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നത് കാര്യമാണ്. കാരണം എനിക്ക് എഴുതാനുള്ള കഴിവുണ്ട്. അപ്പം എനിക്ക് അത് യൂസ് ചെയ്യാമല്ലോ. അതിന് വേണ്ടിയിട്ട് എനിക്ക് ആരുടെയും പൈസയുടെ ഇതിൻ്റെ ആവശ്യമില്ല, ബാരിയേഴ്സ് ഇല്ല. ഞാൻ എഴുതി, അമ്മയാണ് ഇത് കറക്റ്റ് ചെയ്ത് തന്നതൊക്കെ, കറക്റ്റ് ചെയ്ത് തന്നെ. അപ്പം ഞാൻ അങ്ങനെ അത് കൊടുത്തു, ഇമ്രാൻഖാന് കൊടുത്തു. അത് ഓക്കെ ആയി, എല്ലാം എന്തോ നല്ല രീതിയിൽ വന്നു. അതിനുശേഷമൊക്കെയാണ് പിന്നെ എനിക്കൊരു
കോൺഫിഡൻസ് ആയി, എന്നെ കൊണ്ട് ഇത് പറ്റും, വീട്ടുകാർക്കും ആയി തുടങ്ങി. അപ്പം അമ്മ കുറേ പേരോടൊക്കെ പറഞ്ഞ് ചെയ്തു കണ്ടോ, അവൻ ഇങ്ങനെ ചെയ്തു, കാരണം കോൺഫിഡൻസ് ആയി. അപ്പോൾ ഈ സ്ട്രഗിളിങ് പീരീഡിൽ എൻ്റെ കൂടെയുള്ള അവരാണ്.